ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഈ അസാധാരണ മിഷൻ മാസം ആചരിക്കുന്നത് മാക്സിമം ഇല്ലൂദിൻ്റെ 100ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ്. ഈ മാക്സിമം ഇല്ലൂദ് എന്ന ഈ അപ്പസ്തോലിക ലേഖനം ആധുനിക മിഷൻ പ്രവർത്തനത്തിൻ്റെ മാഗ്ന കാർത്ത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സഭയ്ക്ക് പറ്റിയ മിഷൻ പ്രവർത്തനത്തിൽ വന്നുകൂടിയ 2 തെറ്റുകൾ തിരുത്താൻ മാക്സിമം ഇല്ലൂദിലെ ബെനഡിക്ട് 15 മാർപ്പാപ്പ പറഞ്ഞു. പന്തക്കുസ്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ആനന്ദമായിരുന്നു, ആവേശമായിരുന്നു. രാജാക്കന്മാർ സഭ ഏറ്റെടുത്തതിന് ശേഷം മിഷൻ പ്രവർത്തനം രാജ്യവ്യാപനത്തിൻ്റെ ഭാഗമായി. എക്സ്റ്റൻഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ ടെറിട്ടറീസ്. പണമുണ്ടാക്കാനായിട്ട് വി സ്റ്റാർട്ടഡ് കൊമേഴ്സ്യലൈസേഷൻ. കച്ചവട താല്പര്യങ്ങൾ. നമുക്കറിയാം, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ വലിയ രാജകീയ വംശങ്ങൾ മിഷൻ പ്രവർത്തനത്തെ മൊത്തമായി ദത്തെടുത്തു. അവർ മിഷൻ പ്രവർത്തനത്തിൻ്റെ വ്യാപനത്തിൽ കണ്ടത് ദൈവരാജ്യത്തിൻ്റെ വ്യാപനമല്ല, രാഷ്ട്രീയ വ്യാപനമാണ്. ഈ തെറ്റ് തിരുത്തണമെന്ന് ബെനഡിക്ട് 15 മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. 2, മിഷൻ പ്രവർത്തനത്തിന് പണമില്ലാതെ പറ്റുകയില്ല. അതുകൊണ്ട് പണമുണ്ടാക്കാനായിട്ട് മിഷൻ പ്രവർത്തനത്തിലേക്ക് കച്ചവട താല്പര്യങ്ങൾ കടന്നു വന്നു. ഈ 2 തെറ്റുകൾ തിരുത്തൽ, കോളനൈസേഷൻ ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ. ഇന്നും സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ്. സഭയ്ക്ക് പണം കൂടിയത് കൊണ്ടാണ് മിഷൻ പ്രവർത്തനം നടക്കാത്തത്. സഭയുടെ സ്വാധീനം വർദ്ധിച്ചതുകൊണ്ടാണ് സഭ പ്രതിസന്ധികളെ നേരിടാൻ കഴിവില്ലാത്ത വിധത്തിൽ തളരുന്നത്. ഈ അസാധാരണ മിഷൻ മാസം ആചരിക്കുമ്പോൾ ഈ തെറ്റുകൾ തിരുത്താൻ മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നു. എ മിഷണറി ഈസ് എൻ അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ് ദ കിങ് ആൻഡ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഒരു രാജ്യത്തിൻ്റെയും ശുപായി അല്ല ഒരു മിഷണറി. അതുകൊണ്ട് തന്നെ നമ്മുടെ മിഷൻ പ്രവർത്തനം നമ്മുടെ വിളിയുടെ ആത്യന്തിക ഭാവമാണെന്നുള്ള തിരിച്ചറിവ്. മിഷൻ പ്രവർത്തനമില്ലാത്ത ക്രൈസ്തവ ജീവിതം ചത്തതിന് തുല്യമാണ്. അത് മുളപൊട്ടാത്ത വിത്താണ്, അത് മണ്ണിൽ അഴുകാത്ത വിത്താണ്, അതിന് യാതൊരു മഹത്വവും ഇല്ല. അതുകൊണ്ട് മിഷൻ പ്രവർത്തനം ഈസ് നോട്ട് എൻ ഓപ്ഷൻ, ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഒബ്ലിഗേഷൻ. മിഷനറി പ്രവർത്തനം നടത്താത്ത കത്തോലിക്കൻ ചത്ത കത്തോലിക്കനാണുള്ള തിരിച്ചറിവ്. മാർപ്പാപ്പ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇഫ് എ ചേർച്ച് നോട്ട് സെൻഡ് ഇറ്റ് വിൽ നാച്ചുറലി എൻഡ്. അയക്കപ്പെടാത്ത സഭ നശിക്കും. ആലുവ കർമ്മൽഗിരി സെമിനാരിയും മംഗലപ്പുഴ സെമിനാരിയും പടുത്തുയർത്തിയ മിഷണറി പ്രോവിൻസാണ് സ്പെയിനിലെ നവാറ OCD പ്രോവിൻസ്. ഞാനത് സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പ്രായം ചെന്ന വൈദികർ പറഞ്ഞു, ഞങ്ങളുടെ സഭയുടെ രോഗലക്ഷണം ആരംഭിച്ചത് മിഷനിലേക്ക് പോകാനുള്ള താല്പര്യമില്ലായ്മയാണ്. പണ്ട് ഞങ്ങൾക്കുള്ള ഏറ്റവും നല്ലത് മുഴുവൻ മിഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. ആലുവ സെമിനാരിൽ ചാപ്പിലൊക്കെ പണിതപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വില കൂടിയ ഗ്ലാസ് വർക്ക്സാണ് ഞങ്ങൾ കൊണ്ടുപോയത്. മിഷനിലേക്ക് പോകാൻ ആളുകൾക്ക് താല്പര്യമില്ല, മിഷന് പണം കൊടുക്കാൻ ആൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളെ ബാധിക്കില്ലെന്ന്. പക്ഷേ അത് ഞങ്ങളുടെ ക്യാൻസറിൻ്റെ ആദ്യഘട്ടമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ പള്ളി കാലിയാണ്. ഞങ്ങളുടെ സ്കൂളുകൾ ഗവൺമെൻറ് പിടിച്ചെടുത്തു. ഞങ്ങളുടെ സെമിനാരികളിൽ ആരും തന്നെ ഇല്ല. മിഷനിൽ പോകാൻ ആർക്കും ഇഷ്ടമില്ല. ഇന്ന് ഞങ്ങളുടെ സഭ ഊർജ്ജശ്വാസം വലിക്കുകയാണ്. എ ചേർച്ച് ഇഫ് നോട്ട് സെൻഡ് വിൽ നാച്ചുറലി എൻഡ്. നമുക്കതുകൊണ്ട് ഈ അസാധാരണ മിഷൻ മാസം കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാം. രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാതെ, കച്ചവട താല്പര്യങ്ങളില്ലാതെ ക്രിസ്തുവിൻ്റെ രാജ്യം, ക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാവരെയും അറിയിക്കാൻ നമുക്ക് കച്ചകെട്ടി രംഗത്തിറങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.